കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ കൂട്ടുകാരെ? സുഖമാണെന്ന് കരുതുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. മാർച്ച് മാസം 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? മഴയൊന്നുമില്ല. മഴയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു മഴക്കാരൊക്കെ കാണുന്നുണ്ട്. വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമായി, വെള്ളമൊന്നുമില്ല. ഞാനൊക്കെ ഒത്തിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതെല്ലാം പോട്ടെ, വേറെ പാപ്പച്ചൻ വേറെ. ഇന്നത്തെ 4 മണി കാപ്പി എന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പം എൻ്റെ പൊന്നു കൂട്ടുകാരെ, കുമ്പളപ്പം. കുമ്പളപ്പം അടിപൊളി. എന്തൊരു സുഖത്വമാണ്. ഇതിൻ്റെ അല്ല, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഇടനേലെന്ന് പറഞ്ഞ സാധനത്തല്ല, ഇടനേല. എൻ്റെ പൊന്നു കൂട്ടുകാരെ, കൂഴച്ചക്കപ്പുഴവും റവയെല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് എടുത്ത കുമ്പളപ്പം എന്നാണ് ഇതിൻ്റെ പേര്. ഇല അടിക്കേണ്ട, അതിന് മുമ്പ് തന്നെ സുഗന്ധം വന്നു കഴിഞ്ഞു. ഇടനേലയിലാണ്. ഇതിനെ പല പേരുകൾ പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പൂച്ചയപ്പം, കുമ്പളപ്പം എന്നൊക്കെ പറയും. മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ മറ്റ് പേരുകളൊക്കെ പറയുമായിരിക്കും. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ നാട്ടിൽ കൂടുതൽ അറിയപ്പെടുന്നത് കുമ്പളപ്പം, പൂച്ചയപ്പം എന്നൊക്കെ ആയിരിക്കും. എന്നായാലും ഭാര്യ ഉണ്ടാക്കി ഒരു കൂഴച്ചക്കപ്പഴം കിട്ടി. അതുകൊണ്ട് അവൾ കുറേ കുമ്പളപ്പം ഉണ്ടാക്കി 2-3 എനിക്ക് തന്നു. വീട്ടിലുണ്ട്. ഇന്ന് കുമ്പളപ്പം ആൽബിനും ആൻമരിയായും ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചു. എന്തൊരു സ്വാദാണ് എൻ്റെ പൊന്നു കൂട്ടുകാരെ. ഒരു നാടൻ ഭക്ഷണമാണ്. വിഷമില്ല, വിഷാംശങ്ങളൊന്നുമില്ല. വീട്ടിൽ നിന്ന് തന്നെ ഇടനേ ഇല പറിച്ചു, അതിലോട്ട് കുമ്പളപ്പം ചുറ്റി, പിന്നെ ചക്കപ്പഴവും റവ ഏതാണ്ടൊക്കെ വെച്ച് അവൾ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴും ചൂടോടെ എടുത്താണെങ്കിൽ ഇതിൻ്റെ സുഗന്ധം ഒരു ഭയങ്കരമാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കുമ്പളപ്പം, അതാ പൂച്ചയപ്പം. അങ്ങോട്ട് അതിനകത്തോട്ട് കയറ്റി അങ്ങോട്ട് പൊളിച്ചെടുക്കും കൂട്ടുകാരെ. പൊളിച്ചെടുക്കുക മനെ. നമുക്ക് പൊളിച്ചങ്ങോട്ട് എടുക്കാതെ. ഇതാണ് ഇടനേല എന്ന് പറഞ്ഞ സാധനം. സൂപ്പർ. ഇതാണ് കുമ്പളപ്പം. ഒറ്റ ക്ലാസ് കടിഞ്ചായയും കൂടി അങ്ങ് ഇരിക്കണേ. അവനെ അങ്ങ് പിടിപ്പിക്കുക. സൂപ്പർ സൂപ്പർ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഉണ്ടോ പൂച്ചയപ്പം, അതാ കുമ്പളപ്പം. ഇന്ന് എൻ്റെ 4 മണി കാപ്പി സൂപ്പറാണ്. പകൽ മുഴുവനും ഓട്ടമായിരുന്നു. ബാങ്കുണ്ട്, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലാണ് വന്നത്. നമുക്കറിയാം, നിർണായകമായൊരു മാസമാണല്ലോ മാർച്ച്. ആ ഒരു സങ്കടത്തിൻ്റെ വിഷമത്തിലും ഒക്കെ പോയാലും സന്തോഷം കൈവടിയുന്നില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അതങ്ങ് ആസ്വദിക്കുക. വേറെ പാപ്പച്ചൻ വേറെ. കുമ്പളപ്പം അത് ഇടനേലിൽ ഉണ്ടാക്കിയതാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ 4 മണി കാപ്പി എന്തായാലും സൂപ്പറായിട്ട് ആഘോഷിക്കുക. ഇനി കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. നല്ല സ്വാദുണ്ട്. അപ്പം ഇനി ചക്കയുടെയൊക്കെ കാലമായതുകൊണ്ടാണ് നമുക്ക് പല വിഭവങ്ങളിലേക്ക് കടന്നു വരാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുമ്പളപ്പം കഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്.